Hello students, now we are going to part 2 of module 3. Module 3 consists of two concepts. First one is embedding and metrization that we have completed, and the second part of this module is variation of compactness, and it is from chapter 11 of your textbook Introduction to General Topology of K.D. Joshi. And the concept is very simple, as you know the concept of compactness. What is compactness? A very open cover has a finite subcover. A space is said to be compact if every open cover of it has a finite subcover. Here we have a variation of compactness. Actually, what we are going to study now was called compactness in earlier days, and afterwards it is termed as countably compact. What we are going to study now, countable compactness, was termed as compactness earlier, and the definition of countable compactness, that is a variation of compactness. Countable compactness ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വേരിയേഷൻ ഓഫ് കോമ്പാക്ട്നെസ്. കൗണ്ടബിൾ എന്നൊരു വാക്ക് ഇവിടെ ചേർന്നിട്ടുണ്ട്. കൗണ്ടബിൾ കോമ്പാക്ട്നെസ് ഒരു സ്പേസിനുണ്ട് എന്ന് പറയണമെങ്കിൽ if every open cover has a countable subcover, compactness. If every countable open cover, countable എന്നുള്ള വാക്ക് അതുകൊണ്ടാണ് കൂടെ ചേർന്നിരിക്കുന്നത്. If every countable open cover of the space has a finite subcover. മറ്റേതിൽ എടുക്കുന്നത് ഏത് ഓപ്പൺ കവർ വേണമെങ്കിലും ആകാം. ഇപ്പൊ എടുക്കുന്നത് ഏത് കൗണ്ടബിൾ ഓപ്പൺ കവർ എന്നേ ആകത്തുള്ളൂ. ഇതിനെയാണ് ആദ്യം കോമ്പാക്ട്നെസ് എന്ന് വിളിച്ചിരുന്നത്. പിന്നീട് ആ ടേംസ് മാറ്റി ഉപയോഗിക്കാൻ തുടങ്ങി. ആൻഡ് വാട്ട് വി കോൾ കോമ്പാക്ട്നെസ് നൗ വാസ് നോൺ ആസ് ബൈകോമ്പാക്ട്നെസ്. ഈ കൗണ്ടബിൾ കോമ്പാക്ട്നെസ്സിനെ കോമ്പാക്ട്നെസ് എന്ന് നേരത്തെ വിളിച്ചിരുന്നു. നമ്മൾ കോമ്പാക്ട്നെസ് എന്ന് വിളിച്ചിരുന്നതിനെ കോമ്പാക്ട്നെസ് എന്ന് നമ്മൾ പറഞ്ഞതിനെ ബൈകോമ്പാക്ട്നെസ് എന്നാണ് അപ്പോൾ വിളിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ ഒരു പ്രാക്ടീസ് യൂറോപ്യൻ മാത്തമാറ്റിക്സിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പഴയ കാര്യമാണ് ഈ പറഞ്ഞത്, കോമ്പാക്ട്നെസ്സും ബൈകോമ്പാക്ട്നെസ്സും ഒക്കെ. നമ്മൾ കോമ്പാക്ട്നെസ് എന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വേരിയേഷൻ ഏറ്റവും പഴയ കാര്യത്തെ കൗണ്ടബിൾ കോമ്പാക്ട്നെസ് എന്ന് ടേം ചെയ്തിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി. യു ഹാവ് ടു സ്റ്റഡി ദ ഡെഫിനിഷൻ ഓഫ് കൗണ്ടബിൾ കോമ്പാക്ട്നെസ് ഓൺലി. എവരി കൗണ്ടബിൾ ഓപ്പൺ കവർ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ, കൗണ്ടബിൾ കോമ്പാക്ട്നെസ്. എവരി ഓപ്പൺ കവർ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ, കോമ്പാക്ട്നെസ്. ഈ വേരിയേഷൻ മാത്രമേ ഉള്ളൂ. ഏത് ഓപ്പൺ കവർ എടുത്താലും അതിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന മെത്തേഡിൽ കൗണ്ടബിൾ കോമ്പാക്ട്നെസ് ഉള്ളിടത്ത് ഏത് കൗണ്ടബിൾ ഓപ്പൺ കവർ എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന മെത്തേഡ് സെയിം ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടാവും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് റീസൺ മോസ്റ്റ് ഓഫ് ദ റിസൾട്ട്സ് ഇൻ കോമ്പാക്ട്നെസ് ഹാസ് കൗണ്ടർ പാർട്സ് ഇൻ കൗണ്ടബിൾ കോമ്പാക്ട്നെസ്. കോമ്പാക്ട്നെസ്സിൽ നമ്മൾ പഠിച്ച ചില റിസൾട്ട്സ് ആ കാരണം കൊണ്ടാണ് അതുപോലെ തന്നെ ഇവിടെ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഡെഫിനിഷനും 2-3 റിസൾട്ട്സും സ്റ്റഡി ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് വെറുതെ തന്നതല്ല, പഴയത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി കൂടി തന്നതാണ്. അപ്പോൾ അത് നോക്കി പഠിക്കാൻ പറഞ്ഞിട്ട് 2-3 പേരുടെ റെസ്പോൺസ് അതിന് കിട്ടാതെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ റെസ്പോൺസ് കൂടി അവിടെ കണ്ടാലേ ഉള്ളൂ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. The first result is not in the form of a result. They have said that compactness implies countable compactness plus Lindelofness, and conversely countable compactness plus Lindelofness implies compactness. Or if a space is, the result can be stated like this: if a space is compact, then it is
or a space is compact if and only if. A space is compact if and only if it is countably compact and the lindel of. If and only if countably compact and CC എന്നതാണ് പ്ലസ് lindel of. റിസൾട്ട് ആയിട്ടൊന്നും അല്ല അവിടെ എഴുതിയേക്കുന്നത്, അവിടെ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. A space is compact if and only if countably compact and lindel of. Assume that the space is compact. Space compact ആണ് എന്ന് വിചാരിക്കുക. Let space compact ആണ് എന്ന് വിചാരിക്കുക. ഇത് വെറുതെ എഴുതാനുള്ളേ ഉള്ളൂ. Then we have to prove that it is countably compact. Space compact ആണെങ്കിൽ എന്നാ, every open cover has അത് ഫൈനൈറ്റ് ആണെങ്കിലും അല്ല, അത് കൗണ്ടബിൾ ആണെങ്കിലും ഇൻഫിനിറ്റ് ആണെങ്കിലും ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ. എല്ലാ ഓപ്പൺ കവറിനും എണ്ണം പറഞ്ഞിട്ടില്ല. എണ്ണം വേണമെങ്കിൽ കൗണ്ടബിൾ ആകാം, ഇൻഫിനിറ്റ് ആകാം, എന്നാ വേണമെങ്കിലും ആകാം. എവരി ഓപ്പൺ കവർ ഹാസ് എ ആർബിട്രറി ആകാം, ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ എന്നാണ് സ്പേസ് കോമ്പാക്റ്റ് ആണ് എന്നുള്ളതിന്റെ അർത്ഥം. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? എവരി countable open cover. Take a countable open cover. നമ്മൾ എടുത്ത ഒരു കൗണ്ടബിൾ ഓപ്പൺ കവർ ആണ് എന്നിരിക്കട്ടെ. എന്ന് വെച്ചാൽ ഓപ്പൺ കവർ ആകാതിരിക്കുന്നില്ലല്ലോ. എവരി ഓപ്പൺ കവർ. ദിസ് ഇസ് ആൻ ഓപ്പൺ കവർ. ഇംപ്ലൈസ് ഏത് ഓപ്പൺ കവറിനും ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ട്. ഇറ്റ് ഹാസ് ഫൈനൈറ്റ് സബ് കവർ. അതുകൊണ്ട് എന്തായി? എല്ലാ കവറിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിലും ചെറിയ കണ്ടീഷനാണ്. എല്ലാ കൗണ്ടബിൾ ഓപ്പൺ കവറിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഇംപ്ലൈസ് കൗണ്ടബിൾ കോമ്പാക്ട്നെസ്. അതുപോലെ ലിൻഡൽ ഓഫ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് എന്താ? എവരി ഓപ്പൺ കവർ. ടേക്ക് ആൻ ഓപ്പൺ കവർ. ഏത് ഓപ്പൺ കവറിനും ഈ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് എന്താ ഉള്ളത്? ഫൈനൈറ്റ് സബ് കവർ ഉണ്ട്. ഫൈനൈറ്റ് സബ് കവർ ആണെങ്കിൽ ഇത് 10 ഉള്ളൂ, എണ്ണാവുന്നതാണ്. ഇംപ്ലൈസ് ഇറ്റ് ഈസ് കൗണ്ടബിൾ. വാട്ട് ഈസ് ലിൻഡൽ ഓഫ്നെസ്? എവരി ഓപ്പൺ കൗണ്ടബിൾ എടുത്തിട്ടൊന്നും അല്ല കേട്ടോ. എവരി ഓപ്പൺ കവർ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ കോമ്പാക്ട്നെസ്. എവരി ഓപ്പൺ കവർ ഹാസ് എ കൗണ്ടബിൾ സബ് കവർ ലിൻഡൽ ഓഫ്നെസ്. ഫൈനൈറ്റ് ആണെങ്കിൽ അത് കൗണ്ടബിളും ആണ്, ലിൻഡൽ ഓഫ് ആണ് എന്ന് അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ അതാണ് ഒരു പാർട്ടിന്റെ പ്രൂഫ്. ഇത് എഴുതാനൊന്നുമില്ല, ഇതിന്റെ ഡെഫിനിഷൻസിൽ നിന്ന് തന്നെ ഫോളോ ചെയ്യുന്ന കാര്യമുള്ളൂ. എവരി ഓപ്പൺ കവർ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ കോമ്പാക്ട്നെസ്. എവരി കൗണ്ടബിൾ ഓപ്പൺ കവർ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ കൗണ്ടബിൾ കോമ്പാക്ട്നെസ്. എവരി ഓപ്പൺ കവർ ഹാസ് എ കൗണ്ടബിൾ സബ് കവർ ലിൻഡൽ ഓഫ്നെസ്. ഇതില് കോമ്പാക്ട്നെസ്സിനേക്കാളും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് കൗണ്ടബിൾ കോമ്പാക്ട്നെസ്. എവരി കൗണ്ടബിൾ ഓപ്പൺ കവർ. മറ്റേതെല്ലാത്തിനും ഇതുണ്ടെങ്കിൽ അടുത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇതിൽ മൂന്നിലും. കോമ്പാക്ട്നെസ്, കൗണ്ടബിൾ കോമ്പാക്ട്നെസ്, ലിൻഡൽ ഓഫ്നെസ്. അതിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് കൗണ്ടബിൾ കോമ്പാക്ട്നെസ്. മോർ ജനറൽ ഈസ് വാട്ട് വി കോൾ കോമ്പാക്ട്നെസ്. എവരി ഓപ്പൺ കവർ ഹാസ് എ ഫൈനൈറ്റ്. അതാണ് കൂടുതൽ സ്ഥലത്തും. അതുണ്ടെങ്കിൽ മറ്റേതൊക്കെ ഉണ്ട്, അതുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതാണ് ഒരു പാർട്ട്. അടുത്ത പാർട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ പ്രൂഫൊക്കെ എക്സാമിന് ചോദിക്കുമെന്നൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പറയാനുള്ളതേ ഉള്ളൂ. ഡെഫിനിഷൻസ് മാത്രം എഴുതിയാലും അതിന്റെ പ്രൂഫായി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് തന്നെ ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ദെൻ കൗണ്ടബിൾ കോമ്പാക്ട്നെസ് പ്ലസ് ലിൻഡൽ ഓഫ്നെസ്. ലിൻഡൽ ഓഫ് implies compactness. നമ്മൾ എന്താ എടുക്കുക? We take an open cover. ഒരു ഓപ്പൺ കവർ എടുത്ത്. അപ്പൊ ലിൻഡൽ ഓഫ് കൊണ്ട് എന്നാ പറ്റും? ഓപ്പൺ കവർ ഹാസ് കൗണ്ടബിൾ സബ് കവർ എന്ന് ലിൻഡൽ ഓഫ് കൊണ്ട് കിട്ടി. ഇത് പ്രൂവ് ചെയ്യാൻ പോവാ. അതിന് ഓപ്പൺ കവർ എടുത്തു. ഓപ്പൺ കവർ ഹാസ് കൗണ്ടബിൾ സബ് കവർ എന്ന് കിട്ടി. കൗണ്ടബിൾ ഓപ്പൺ കവർ ഹാസ്, ഈ കൗണ്ടബിൾ സബ് കവർ വിൽ കവർ ദ സ്പേസ്. കൗണ്ടബിൾ ഓപ്പൺ കവർ അപ്പൊ കയ്യിലിരിക്കുന്നത്. ഇവിടുന്ന് കിട്ടിയ കൗണ്ടബിൾ സബ് കവർ. കൗണ്ടബിൾ ഓപ്പൺ കവർ ഹാസ്
finite subcover എന്നാണ്. Every countable open cover has a countable compactness പറയുന്നത്. Finite subcover. In effect എന്നാ സംഭവിച്ചേ? ഓപ്പൺ കവർ എടുത്തു, കൗണ്ടബിൾ സബ് കവർ കിട്ടി, അതിന് ഫൈനൈറ്റ് സബ് കവർ കിട്ടി. ഓപ്പൺ കവറിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ട് എന്നാണ് കിട്ടിയത്. സോ ഇറ്റ് ഈസ് കോമ്പാക്ട്നെസ്. ഡെഫിനിഷൻസ് ഇതിൻ്റെ കാര്യമുള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് രണ്ട് റിസൾട്ടുകളും ഇതേപോലെയല്ല, ഇതിൽ എളുപ്പത്തിൽ അവിടെ കോമ്പാക്ട്നെസ്സിനെ എവരി ഓപ്പൺ കവർ എടുത്ത് എവരി കൗണ്ടബിൾ ഓപ്പൺ കവറിനെടുത്ത് പ്രൂവ് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കൗണ്ടബിളി കോമ്പാക്ട് സ്പേസ് ഈസ് കൗണ്ടബിളി കോമ്പാക്ട് എന്നുള്ളത്. കൗണ്ടബിളി കോമ്പാക്ട് സ്പേസിന്റെ കണ്ടിന്യൂസ് ഇമേജ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ്? ഇതാണ് നമ്മളുടെ റിസൾട്ട്. കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കൗണ്ടബിളി കോമ്പാക്ട് സ്പേസ് ഈസ് കൗണ്ടബിളി കോമ്പാക്ട്. യു റിമെമ്പർ ദ റിസൾട്ട് കറസ്പോണ്ടിംഗ്ലി ഇൻ കോമ്പാക്ട്നെസ്. കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കോമ്പാക്ട് സ്പേസ് ഈസ് കോമ്പാക്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമേജ് ഒക്കെ പറയുന്ന ഫംഗ്ഷൻ വേണം. എഫ് ഫ്രം എക്സ് ടു വൈ ബി ദ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് വൈ ആകണം നിർബന്ധമില്ല. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ഇമേജ് ഓഫ് ദ സ്പേസ് എക്സ്. എഫ് കണ്ടിന്യൂസ്, ഇത് കണ്ടിന്യൂസ്, ഫംഗ്ഷൻ കണ്ടിന്യൂസ്. ഇമേജ് സെറ്റിനെ വൈ എന്നങ്ങ് പേര് വിളിക്കാം. എഫ് ഫ്രം എക്സ് ടു ഇസഡ് ആണ് എന്ന് ആദ്യം പേര് കൊടുത്തിട്ട് ഇമേജസിന്റെ കളക്ഷൻ എഫ് ഓഫ് എക്സ് എന്താണോ അതിനെ വൈ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഇമേജസിന്റെ കളക്ഷനെ ഈ കണ്ടീഷൻ ബാധകമാവുള്ളൂ എന്ന് വിചാരിക്കാം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കൗണ്ടബിളി കോമ്പാക്ട് സ്പേസ് എക്സ് കൗണ്ടബിളി കോമ്പാക്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വൈ എഫ് ഓഫ് എക്സ് ആണ്, വൈ കൗണ്ടബിളി കോമ്പാക്ട് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനെന്നാ ചെയ്യണ്ടേ? കൗണ്ടബിൾ കോമ്പാക്ട്നെസ്സിന്റെ എടുക്കുന്നത് കോമ്പാക്ട്നെസ് ആയപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇതിന്റെ ഒരു ഓപ്പൺ കവർ എടുക്കും. ഇപ്പോൾ ഇവിടെ എന്തെടുക്കും? വൈയുടെ ഒരു കൗണ്ടബിൾ ഓപ്പൺ കവർ എടുക്കും. ലെറ്റ് യു ബി എ, യു നോ ബി എന്നൊക്കെ വിളിക്കുമായിരിക്കും. യു ബി എ കൗണ്ടബിൾ ഓപ്പൺ കവർ ഓഫ് വൈ. വൈയുടെ ഒരു കൗണ്ടബിൾ ഓപ്പൺ കവർ ആകട്ടെ. കൗണ്ടബിൾ. അപ്പോൾ വൈ കവർ എന്ന് പറഞ്ഞാൽ എന്നാ? വൈ ഇതിന്റെ യൂണിയൻ, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ വൈ ആകും. അപ്പൊ യൂണിയൻ വൈ ഈക്വൽ ടു യൂണിയൻ യുവിലെ മെമ്പേഴ്സിനെ ക്യാപിറ്റൽ യു എന്ന് വിളിക്കാം. യു എലമെന്റ് ഓഫ് സ്ക്രിപ്റ്റ് യു എന്നായിരുന്നു നമ്മൾ നേരത്തെ എഴുതിക്കൊണ്ടിരുന്നേ. അപ്പൊ അതെണ്ണം അറിയത്തില്ലാത്തോണ്ടാ. ഇപ്പൊ നമ്മൾ അങ്ങനെ അല്ലല്ലോ എഴുതണ്ടേ. കൗണ്ടബിൾ ഓപ്പൺ കവർ എടുത്ത് ഇതിന്റെ അകത്ത് കൗണ്ടബിൾ എണ്ണം ഉള്ളൂ. കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാം? യു ഐ എന്ന് വിളിക്കാം. ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. യു ഈക്വൽ ടു യു ഐ കൗണ്ടബിൾ ആണ്. u1 u2 എക്സെട്ര. അങ്ങനെ എണ്ണാനെ ഫൈനൈറ്റ് ആന്ന് പറഞ്ഞില്ല, എണ്ണാൻ പറ്റുമെന്നേ പറഞ്ഞു. ഇങ്ങനെ ഇപ്പൊ നമുക്ക് എഴുതാം. വൈയെ ഇങ്ങനെ എഴുതിയാൽ വൈ എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? വൈ എഫ് ഓഫ് എക്സ് ആണെന്ന്. ഇവിടെ ഇത് തന്നെയാണ് എഫ് ഓഫ് എക്സ്. അത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് എന്താ? എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. എഫ് ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് യൂണിയൻ വൈ. ഇപ്പോൾ യൂണിയൻ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി യു ഐ ആണ്. ഈക്വൽ ടു ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് u1 യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് എഴുതി തീർക്കാൻ പറ്റത്തില്ല, നമുക്ക് എക്സെട്ര ഇടാൻ അടുത്ത് തരിക. എഫ് ഇൻവേഴ്സ് ഓഫ് u2 യൂണിയൻ എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ എക്സ് എഴുതിയേക്കുന്നത് എന്താ? എക്സ് ഈക്വൽ ടു യൂണിയൻ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എഫ് ഇൻവേഴ്സ് ഓഫ് യു ഐ എന്നല്ല എഴുതിയേക്കുന്നത്. സോ എഫ് ഇൻവേഴ്സ് യു ഐ ഐ എത്ര എണ്ണം ഉണ്ട്? ഐ ഈക്വൽ ടു 1 to എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി കൗണ്ടബിൾ ഓപ്പൺ കവർ ഓഫ് എക്സ്. ഇത് സ്പേസ് എക്സിന്റെ കൗണ്ടബിൾ. എക്സ് ഈസ് കൗണ്ടബിളി കോമ്പാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ എഫ് ഇൻവേഴ്സ് ഓഫ് u1. ഞാൻ ആദ്യത്തേതിന് അങ്ങനെ പേര് കൊടുത്തു എന്ന് വിചാരിച്ചാലും മതി. എഫ് ഇൻവേഴ്സ് u1 ഈസ് എ ഫൈനൈറ്റ് സബ് കവർ. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് u1 യൂണിയൻ എക്സെട്ര യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് u1 എന്നാണ്. ദെൻ y ഈക്വൽ ടു u1 യൂണിയൻ എക്സെട്ര യൂണിയൻ un എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് u1 യൂണിയൻ അല്ലെ എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് u1 യൂണിയൻ എക്സെട്ര യൂണിയൻ un എന്ന് എഴുതാൻ പറ്റി. അപ്പോൾ y ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു u1 യൂണിയൻ എക്സെട്ര യൂണിയൻ un. u അവസാനം കൗണ്ടബിൾ ഓപ്പൺ കവർ ഓഫ് y. ഇറ്റ് ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ
containing u1, u2, etc. un. Every countable